ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചതൊന്നും അവിടുന്ന് എനിക്ക് തരാതെ ഇരുന്നിട്ടില്ല. ജപമാലയുടെ അപ്പോസ്തലനും പ്രഘോഷകനും എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ ഡൊമിനിക്കിൻ്റെ വാക്കുകളാണ് ഇത്. 1170 സ്പെയിനിലെ ഒരു പ്രഭു കുടുംബത്തിലാണ് വിശുദ്ധ ഡൊമിനിക് ജനിക്കുന്നത്. അമ്മ അത്രയേറെ പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തിയിൽ ജീവിച്ചവളായതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ വിശുദ്ധ ഡൊമിനിക്കിനെ വിശ്വാസത്തിലും ഭക്തിയിലുമാണ് അമ്മ വളർത്തിയിരുന്നത്. നല്ല വിദ്യാഭ്യാസം കൊടുത്തു തന്നെയാണ് മാതാപിതാക്കന്മാർ തങ്ങളുടെ ഈ മകനെ വളർത്തിയത്. 21-ാമത്തെ വയസ്സിൽ സ്പെയിനിൽ വലിയ രീതിയിലുള്ള കഷ്ടത പഞ്ഞം പടർന്നു പിടിച്ചപ്പോൾ നാട്ടുകാരെയും സമൂഹത്തെയും സഹായിക്കാൻ തൻ്റെ പാഠപുസ്തകങ്ങൾ പോലും വിറ്റ് അവർക്ക് വേണ്ടി തൻ്റെ സഹായങ്ങൾ നൽകിയ ഒരു വ്യക്തിയായിരുന്നു. വൈദികനാകണം എന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 25-ാമത്തെ വയസ്സിൽ വൈദികനായി. തുടർന്നുള്ള തൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിനു വേണ്ടി, സുവിശേഷത്തിനു വേണ്ടി മാറ്റിവെച്ച ഒരു വ്യക്തിത്വമായിരുന്നു, വൈദികനായിരുന്നു. ഒരു ദിവസം പരിശുദ്ധ അമ്മയുടെ ചാപ്പലിൽ മുട്ടുമേൽ നിന്ന് ഇങ്ങനെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മ മേരി വിശുദ്ധ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായിട്ട് അമ്മ അവന് പരിശുദ്ധ ജപമാല നൽകിക്കൊണ്ട് പറഞ്ഞു, നീ ഈ ജപമാല പ്രഘോഷിക്കുകയും പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. 1208 പരിശുദ്ധ അമ്മ നൽകിയ ജപമാലയാണ് പിന്നീട് ക്രൈസ്തവ സഭയുടെ തന്നെ വലിയ വളർച്ചയ്ക്ക് കാരണമായിട്ട് മാറിയത്. യൂറോപ്പ് മുഴുവനും ജപമാല ഭക്തി പ്രസംഗിച്ചുകൊണ്ട് വിശുദ്ധ ഡൊമിനിക്ക് ഓടി നടന്നു. ഈ പ്രഘോഷണ പരമ്പരയിൽ തന്നോടുകൂടെ ചേരുവാൻ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അതുകൂടാതെ കുടുംബജീവിതം നയിക്കുന്നവരുടെയും അങ്ങനെ 3 സഭകൾ വിശുദ്ധ ഡൊമിനിക് സ്ഥാപിച്ചു. ഡൊമിനിക്കൻ സഭ എന്ന പേരിലാണ് അത് ഇന്നും അറിയപ്പെടുന്നത്. വിശുദ്ധ ഡൊമിനിക്കിന് ശേഷം മാർപ്പാപ്പമാർ ഇക്കാര്യം ഏറ്റെടുക്കുകയും അങ്ങനെ സഭയിൽ ജപമാല ഭക്തിയും പ്രാർത്ഥനയും പ്രചുര പ്രചാരം നേടുകയും ചെയ്തു. പരിശുദ്ധ അമ്മ മക്കളായ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വജ്രായുധമാണ് ജപമാല എന്നറിയുക. പിശാചിനെതിരെയുള്ള ശക്തിയേറിയ കോട്ടയാണ്. സ്വർഗത്തിലേക്ക് ഒരുവനെ ഇങ്ങനെ കൈപിടിച്ചുയർത്തുന്ന ഗോവിണിയാണ് ജപമാല എന്ന് മാർപ്പാപ്പമാർ നമ്മോട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിൻ്റെ സങ്കടക്കയങ്ങളിൽ പെട്ടുപോകുന്ന മനുഷ്യർക്കുള്ള ദൈവീകമായിട്ടുള്ള കരുത്താണ് ജപമാല എന്ന് വിശുദ്ധ ഡൊമിനിക്ക് നമ്മോട് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നു. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് 2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? രണ്ടാമത്തെ ചോദ്യം, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് ശിഷ്യന്മാർ നൽകുന്ന ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സ്നാപക യോഹന്നാൻ എന്ന് ചിലർ പറയുന്നു, ഏലിയ എന്ന് പറയുന്നു, ജെറമിയ എന്ന് പറയുന്നു, പ്രവാചകന്മാരിൽ ഒരുവൻ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ മാനുഷിക തലത്തിൽ കർത്താവിനെ ജനം കണ്ട കാഴ്ചപ്പാടാണ് ഇത്. ദൈവികമായ കാഴ്ചപ്പാട് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് പത്രോസ് നൽകുന്ന മറുപടി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ളത്. ക്രിസ്തു ഈ ചോദ്യത്തിന് താൻ ആരാണ് എന്നതിന് ക്രിസ്തു നൽകുന്ന മറുപടി കൂടെ ഇന്നത്തെ വചനത്തിലുണ്ട്. താൻ സഹനദാസന, ദൈവത്തിൻ്റെ കുരിശെടുക്കാൻ, ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, തൻ്റെ പിതാവിനെ അനുസരിച്ചുകൊണ്ട് കുരിശെടുക്കാൻ, സഹനങ്ങൾ ഏറ്റെടുക്കാൻ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സഹനദാസനാണ് എന്ന്.
പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ നിനക്ക് ആരാണ് എന്നുള്ളത്. അന്നാട്ടിലെ ജനങ്ങളും ശിഷ്യന്മാരും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഓരോ ദിവസവും അനുഗ്രഹത്തിൻ്റെ അൽത്താരയ്ക്ക് മുന്നിൽ വന്നണഞ്ഞ് ദിവ്യകാരുണ്യം മുറിക്കപ്പെടുന്ന ക്രിസ്തുവിനെ, സഹനദാസൻ്റെ ഏറ്റവും ഉദാത്തമായ പ്രതീകമായ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന നമ്മോട് ക്രിസ്തു ചോദിക്കുക, ഞാൻ നിനക്ക് ആരാണ് എന്ന്. ജീവിതം കൊണ്ട് കർത്താവിൻ്റെ ഈ ചോദ്യത്തിന് നമുക്കുത്തരം നൽകാം. സഹനങ്ങളും നൊമ്പരങ്ങളും വേദനകളുമൊക്കെ ഒന്നിന് പിറകെ മറ്റൊന്നായി കടന്നു വരുമ്പോഴും സഹനത്തെയും കുരിശിനെയും മരണത്തെയും അതിജീവിച്ച സഹനദാസനായ ക്രിസ്തു നമ്മുടെ കരുത്തായി മാറട്ടെ.